ഹായ്. അപ്പോഴും നമ്മൾ ഇംഗ്ലീഷിലെ അക്ഷരങ്ങളെല്ലാം പരിചയപ്പെട്ട് കഴിഞ്ഞായിരുന്നു. പിന്നെ കുറച്ചധികം വാക്കുകളും പരിചയപ്പെട്ടു. അതിന്റെ അർത്ഥസഹിതം പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ മനസ്സിലായി കാണും, അല്ലെങ്കിൽ ചിലതെങ്കിലും പിടികിട്ടി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് അക്ഷരങ്ങള് ഡിഫറെന്റ് ടൈപ്പ് ഉണ്ട്. വവൽസ് തന്നെ ഒന്നായിട്ട് വരുന്നതും, രണ്ട് വവൽസ് ചേർന്ന് വരുന്നതും, വവലും കോൺസണന്റും കൂടി ചേർന്ന് വരുന്നതും, അതുപോലെ അതിൽ ഷോർട്ട് വവലുണ്ട്, ലോങ് വവലുണ്ട്, സിലബിൾ എന്താണെന്ന് ഇതെല്ലാം നന്നായിട്ട് പഠിക്കണം. ഇനി അത് പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് കുറെ സ്പെല്ലിംഗ് റൂളാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. അതായത് അക്ഷരങ്ങളോട് ചിലയിടത്ത് അക്ഷരങ്ങൾ സൈലന്റ് ആവാറുണ്ട്, ചില സ്ഥലങ്ങളിൽ ഒരക്ഷരം മാറി മറ്റൊരക്ഷരം വരാറുണ്ട്, സിംഗുലർ പ്ലൂറലിലേക്ക് മാറ്റുമ്പോൾ. അങ്ങനെയൊക്കെ ഉള്ള കുറെ ഡിഫറൻസ് എല്ലാത്തിലും ഉണ്ട്. അപ്പോഴിനി നമുക്ക് അതിനെക്കുറിച്ച് പഠിക്കാം. നമ്മളിതില് വവൽസ് എന്തുവാന്ന് പഠിച്ചിട്ടുണ്ട്. വവൽസ് നമുക്കറിയാം, അത് ഉച്ചരിക്കുന്നത് എങ്ങനെയെന്നും അറിയാം. അതിവിടെ ഒന്ന് എഴുതിയിട്ടുണ്ടെന്നേ ഉള്ളൂ. അത് ജസ്റ്റ് ഒന്ന് ഇതിന് വേണ്ടിയിട്ട് എഴുതിയപ്പോൾ അങ്ങ് എഴുതിയെന്നേ ഉള്ളൂ. അപ്പോൾ വവൽസ് രണ്ട് തരത്തിലുണ്ട്. ഷോർട്ട് വവലുണ്ട്, ലോങ് വവലുണ്ട്. ഷോർട്ട് വവല് മലയാളത്തിൽ നമ്മൾ ആ, ഇ, ഉ, എ അത്. അതേസമയം നീട്ടി പറയുന്നത് ആ, ഈ, ഉ, എ അങ്ങനെ വരുന്നത്, അതാണ് ലോങ് വവൽ. അത് ഇതിൽ ഇതുപോലെ ഉച്ചരിക്കും. ഇത് ഇവിടെ എഴുതിയിരിക്കുന്നത് ഇതെങ്ങനെ മാർക്ക് ചെയ്ത് കാണിക്കാം എന്നുള്ള അതിന്റെ സിമ്പിൾ മാത്രമാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. മാർക്ക് ചെയ്യുന്ന സ്മൈലി ചിഹ്നം, അതായത് നമ്മൾ പിന്നെ ചന്ദ്രക്കല എന്ന് പറയുന്നത് കൂട്ടാണ് ഷോർട്ട് ഉപയോഗിക്കുന്നത്. മലയാളത്തിലെ ലഘുവും ഗുരുവും ഇല്ലേ, അതുപോലെ ലോങ്ങിന് ആ അക്ഷരത്തിന്റെ മുകളിൽ ലൈൻ കൊടുത്ത് വരയ്ക്കും. അപ്പൊ ഇവിടെ ഉദാഹരണം നോക്ക്. ക്യാറ്റ്, ബെഡ്, പിഗ്, ബോക്സ്, സൺ. ഇതിലെല്ലാം ഈ അക്ഷരങ്ങൾ വന്നു, പക്ഷെ അതൊന്നും നീട്ടിയിട്ടില്ല, നീളമില്ല, ചുരുക്കിയ പറയുന്നത്. അതുകൊണ്ടാണ് അതിനെ ഷോർട്ട് വവൽ എന്ന് പറയുന്നത്. പിന്നെ ലോങ് വവൽ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇവിടെ നോക്കൂ. ഉദാഹരണം കേക്ക്, ലീഫ്, ടൈം, കോൺ, ഗ്ലൂ, ഊ, ഓ, ഈ, എ. അത് ഇങ്ങനെ വന്നത്, അതാണ് ലോങ് വവൽ. മറ്റേത് ഷോർട്ട് വവൽ. അത് മനസ്സിലായല്ലോ. അടുത്തത് ഡിഫ്തോങ് ആണ്. ഡിഫ്തോങ് എന്ന് പറഞ്ഞാല് വവൽ സൗണ്ട് ആണ്. അത് രണ്ടെണ്ണം ചേർന്ന് വരും. ഒന്നില് വവലിന്റെ ശബ്ദം വരുന്നത്, ഇപ്പം ഡബ്ല്യുവിന് വവലിന്റെ ഓ ഓ എന്ന ശബ്ദം വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതിന്റെ കൂടെ ചേർത്ത് പറയുന്നത്. അങ്ങനെ ചേർന്ന് വരുന്നതിനെയാണ് ഡിഫ്തോങ് എന്ന് പറയുന്നത്. അങ്ങനെ ഡിഫ്തോങ് ആയിട്ട് വരുന്ന കുറെ സെറ്റ് ഉണ്ട്. അതില് ഒന്നാമത്തത് ആ, AW ഓ, അത് ചേർത്ത് വരുന്നത് ലോ, ഡ്രോ. അടുത്തത് ഔ, പോസ്, ഓദർ, പോസ്, ഓദർ, ഓ ഉണ്ടോ, AU. അടുത്തത് യു, EW യു, ച്യൂ, ഫ്യൂ, യു എന്ന ഉച്ചാരണം വന്നത്. അടുത്തത് ഫുഡ്, ഓ, ഫുഡ്, റൂം. അടുത്തത് ഒയ്, ഓയും ഐയും കൂടെ ചേർന്ന് വരുന്നത് കോയിൻ, ബോയിൽ, തിളപ്പിക്കുക. ഇതിന്റെയൊക്കെ അർത്ഥമൊന്നും പറയുന്നില്ല, അതൊക്കെ സ്വന്തമായിട്ട് കണ്ടെത്തിക്കോ. അല്ലെങ്കിൽ പറയണമെങ്കിൽ ഞാൻ പറഞ്ഞു തരാം, വേറൊരു വീഡിയോയിലായിട്ട് പറയാം. അത് ഒത്തിരി ലെങ്ത് കൂടിപ്പോ. അടുത്തത് ഓയും യുവും കൂടെ ചേർന്ന് വരുന്നത് ലൗഡ്, LOUD. എയും ഐയും കൂടെ മെയിൻ, റെയിൻ. എയും വൈയും കൂടെ ഡേ, സ്റ്റേ. ഈറ്റ്, റീഡ്, ഇ. അടുത്തത് ബി, ഫ്രീ. OA വരുന്നത് ബോട്ട്, റോഡ്, ROAD, റോഡ്. യുവും ഇയും കൂടെ വരുന്നത് ബ്ലൂ, ട്രൂ. എയും ഇയും വൈയും കൂടെ വരുന്ന ഹേ, കീ. ഇവിടെ ഹേ, ഇത് കീ. ഇയും ഐയും കൂടെ വരുന്നത് 8. ഇതിന്റെയൊക്കെ മീനിങ് അറിയാമായിരിക്കുമല്ലോ. ലോ നിയമം, ഡ്രോ എന്ന് പറഞ്ഞാൽ വലിക്കുക. പോസ്, ഡ്രോയ്ക്ക് വേറെ അർത്ഥമുണ്ട്. പോസ് നിർത്തി വയ്ക്കുക, ഷോർട്ട് പോസ്. ഓദർ എഴുത്തുകാരൻ അല്ലെങ്കിൽ ഉപജ്ഞാതാവ്. ച്യൂ എന്ന് പറഞ്ഞാൽ ചവയ്ക്കുക. ഫ്യൂ എന്ന് പറഞ്ഞാൽ കുറച്ച്. ഫുഡ് അറിയാം, ഭക്ഷണം. റൂം, മുറി. കോയിൻ എന്ന് പറഞ്ഞാൽ കോയിൻ, നാണയം. ബോയിൽ തിളപ്പിക്കുക. ഡൗൺ താഴെ. ബോ എന്ന് പറഞ്ഞാൽ വില്ല് അല്ലെങ്കിൽ കുനിക്കുക, വളയ്ക്കുക എന്നൊക്കെ അർത്ഥമുണ്ട്. ഔ, ലൗഡ് ഉച്ചത്തില്. മെയിൻ എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട. റെയിൻ അറിയാം, മഴ. ഡേ പകല്, ദിവസം. സ്റ്റേ എന്ന് പറഞ്ഞാൽ തങ്ങുക. ഈറ്റ് കഴിക്കുക. റീഡ് വായിക്കുക. ബി തേനീച്ച. ഫ്രീ സൗജന്യം. ബോട്ട് എന്താണെന്നറിയാം. റോഡ് എന്താണെന്നറിയാം. ബ്ലൂ നീല കളറിന്. ട്രൂ ശരി. ഹേ വൈക്കോൽ കൂന, വൈക്കോല്. കീ താക്കോല്. 8 എന്താന്ന് വെച്ചാൽ 8 അറിയാലോ. ഇനി ആർ കൺട്രോൾഡ് വവൽ. ആറിന് ചേർന്ന് വരുന്ന കുറച്ച് വവൽസ് ഉണ്ട്. AR വരും, ER വരും, IR വരും, O ചേർന്ന് വരും,
യു ചേർന്ന് വരും. അപ്പം എ ചേർന്ന് വരുന്ന ആറുണ്ട്, ഇയുടെ കൂടെ ആർ ചേർന്ന് വരും, ആറിന്റെ കൂടെ ഐ ചേർന്ന് വരും, ആറിന്റെ കൂടെ ഒ ചേർന്ന് വരും, ആറിന്റെ കൂടെ യു ചേർന്ന് വരും. ഉദാഹരണം എ ആർ വരുന്നത് കാർ, ഡാർക്ക്, പാർട്ട്. ഹെർ, വേർഡ്, നെർവ്. ബേർഡ്, ഗേൾ, ഫസ്റ്റ്. ഫോർ, ഹോഴ്സ്, നോർത്ത്. ടേൺ, ബോൺ, ചേർച്ച്. ഇവിടെയൊക്കെ ആറൊക്കെ സൈലന്റ് ആണ്. സൈലന്റ് ലെറ്റർ നമുക്ക് പിന്നെ പഠിക്കാം. ഇതിന്റെയൊക്കെ അർത്ഥം അറിയാമല്ലേ? കാറ്, ഡാർക്ക്, ഗേള്, നോർത്ത്, ഇതൊക്കെ അറിയാവുന്നതാണല്ലോ.